ഞായറാഴ്ചയും കടമുള്ള തിരുനാളുകളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നാൽ കുമ്പസാരിക്കാതെ അടുത്ത വിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ? സാധാരണ വിശ്വാസിയുടെ സംശയമാണിത്. പ്രിയ സഹോദരങ്ങളെ, ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. പല കാരണങ്ങളാലാണ് ഞായറാഴ്ചകളിൽ നമ്മുടെ വിശുദ്ധ കുർബാന മുടങ്ങാറുള്ളത്. അങ്ങനെയുള്ളപ്പോൾ അടുത്ത ദിവസം കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല എന്നതാണ് ദൈവവചനത്തിന്റെയും തിരുസഭയുടെയും നിയമം. സഭ കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാണ് നാം ഞായറാഴ്ചകളിൽ വിശുദ്ധ ബലി അർപ്പിക്കേണ്ടത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ ദൈവം കൽപ്പിക്കുന്നു, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ ഓർക്കുക എന്ന്. പുതിയ നിയമത്തിൽ കർത്താവ് മരണത്തെ വിജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ചയാണ് ആദിമസഭാ അംഗങ്ങൾ അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കായി ഒത്തുകൂടിയിരുന്നത്. ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. പൗലോസ്ലീഹായുടെ താക്കീത് ഇതാണ്: യോഗ്യതയില്ലാതെ ആരെങ്കിലും കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയോ പാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ പാപം ചെയ്യുന്നു. ആയതിനാൽ മനുഷ്യൻ സ്വയം പരിശോധിച്ചതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യട്ടെ. 1 കൊറിന്തോസ് 11-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ബോധപൂർവം വിശുദ്ധ കുർബാന മുടക്കുന്നത് ഗുരുതരമായ പാപമാണ് എന്നും ആ അവസ്ഥയിൽ കുർബാന സ്വീകരിക്കുന്നത് വലിയ ആത്മീയ തകർച്ചയ്ക്ക് കാരണമാകും എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. CCC 2181 പറയുന്നു, സഭയുടെ 1-ാം കൽപ്പനയനുസരിച്ച് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി പങ്കുകൊള്ളുവാൻ വിശ്വാസിക്ക് കടമയുണ്ട്. മതിയായ കാരണങ്ങളില്ലാതെ ഈ കടമയിൽ ബോധപൂർവം വീഴ്ച വരുത്തുന്നവർ ഗുരുതരമായ പാപമാണ് ചെയ്യുന്നത്. ഗുരുതരമായ പാപാവസ്ഥയിലുള്ള ഒരു വ്യക്തി കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവത്തോടും സഭയോടും അനുരഞ്ജനപ്പെടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് അലസത കൊണ്ടോ വിനോദങ്ങൾക്ക് മുൻഗണന നൽകിയോ മനഃപൂർവ്വമാണ് കുർബാന മുടക്കിയത് എങ്കിൽ അടുത്ത ദിവസം കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് തെറ്റാണ്, പാടില്ല എന്ന് തന്നെ സഭ പറയുന്നു. സഭ അനുശാസിക്കുന്ന ഒഴിവുകളുണ്ട്, എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും കുർബാന മുടങ്ങുന്നത് പാപമാകുന്നില്ല. കത്തോലിക്ക സഭ ചില പ്രായോഗികമായ ചില ഒഴിവ് കഴിവുകൾ നൽകുന്നുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങൾ, കടുത്ത രോഗാവസ്ഥ, കിടപ്പിലായ അവസ്ഥ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളുള്ളപ്പോൾ കുർബാന മുടങ്ങുന്നത് പാപമല്ല. അത്യാവശ്യ ജോലികൾ, അതായത് ഡോക്ടർമാർ, നഴ്സുമാർ, സുരക്ഷാ ജീവനക്കാർ തുടങ്ങിയവരുടെ ഒഴിവാക്കാനാവാത്ത ഡ്യൂട്ടി സമയങ്ങളിൽ കുർബാന മുടങ്ങുന്നത് പാപമല്ല. മറ്റു ചില ഗുരുതരമായ സാഹചര്യങ്ങളുണ്ട്. വലിയ പ്രകൃതി ദുരന്തങ്ങൾ, യാത്രാ സൗകര്യങ്ങളുടെ പൂർണ്ണമായ അഭാവം, കൊച്ചുകുട്ടികളെയോ പ്രായമായ രോഗികളെയോ ശുശ്രൂഷിക്കേണ്ടി വരുന്ന സാഹചര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരം ന്യായമായ കാരണങ്ങളാലാണ് ഞായറാഴ്ചയും കടമുള്ള തിരുനാളുകളിലും വിശുദ്ധ കുർബാന മുടങ്ങിയത് എങ്കിൽ അത് പാപമല്ല. അങ്ങനെയുള്ളവർക്ക് അടുത്ത ദിവസം കുമ്പസാരിക്കാതെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാവുന്നതാണ്.